നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു അക്കൗണ്ടൻറ്റ് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരിൽ പലരും നല്ല ക്വാളിഫൈഡ് ആണ്. എന്നിട്ടും നിങ്ങൾ അക്കൗണ്ട്സിൽ ഇന്നും നിങ്ങൾ ധാരാളം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന പലതും നിങ്ങൾ അക്കൗണ്ട്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങളുടെ ബിസിനസ്സിൽ അക്കൗണ്ട്സിൽ നോർമലി നടക്കുന്നുണ്ടാവുക ഡെയിലി ട്രാൻസാക്ഷൻസ് കൃത്യമായിട്ട് നിങ്ങളെ സോഫ്റ്റ്വെയറിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പോലത്തെ ധാരാളം സ്റ്റേറ്റ്മെൻറ്റുകളും ചില റിപ്പോർട്ട്സുകളും അവർ പ്രിപ്പയർ ചെയ്യുന്നു. അത് നിങ്ങളെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടാവും. ടാക്സ് മാറ്റേഴ്സ് അവർ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രോഫിറ്റും നിങ്ങൾ ആഗ്രഹിക്കുന്ന സെയിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്യാഷ് ഫ്ലോയും നിങ്ങളുടെ ബിസിനസ്സിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട നോർമൽ ടെക്നിക്കൽ പ്രോസസ്സ് അതുപോലെ പോയാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ഇഫക്റ്റീവായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ബിസിനസ്സിൽ വളരെ കൃത്യമായ ഒരു പ്രോഫിറ്റ് ഒപ്റ്റിമൈസേഷൻ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റണം. എന്താണ് പ്രോഫിറ്റ് ഒപ്റ്റിമൈസേഷൻ സ്ട്രാറ്റജി? നിങ്ങൾക്ക് തരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കേണ്ട, ദാറ്റ് മീൻസ് സ്റ്റാറ്റ്യൂട്ടറി പർപ്പസിന് വേണ്ടിയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരിക്കും നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടായിരിക്കും. ഒരു ഓണർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഏറ്റവും മിനിമം 4 കാര്യങ്ങൾ നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. ഒന്ന്, നിങ്ങൾക്ക് ആ ഒരു പീരീഡിൽ എത്രയാണ് കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റ്, ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നിങ്ങൾക്ക് ആ ഒരു പീരീഡിൽ കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്, നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ എത്ര ക്യാഷ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ റീ അറേഞ്ച്ഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ റിപ്പോർട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടന്നെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇഫക്റ്റീവായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഒപ്റ്റിമൈസേഷൻ സ്ട്രാറ്റജി നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ബിസിനസ്സിൽ ടേൺ അറൗണ്ട് റിപ്പോർട്ട് കൃത്യമായിട്ടും എല്ലാ മാസവും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. നിങ്ങളുടെ ബിസിനസ്സിലെ ഫിക്സഡ് അസറ്റ് ഒരു വർഷം എത്രമാത്രം നിങ്ങളുടെ സെയിൽസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട്സിൽ ഇരിക്കുന്ന ആൾക്കാരും ഫിനാൻസിലിരിക്കുന്ന ആൾക്കാരും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് എല്ലാ മാസവും തരാറുണ്ടോ? ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഫിനാൻസ് സിസ്റ്റം നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഫണ്ട് യൂട്ടിലൈസേഷൻ പ്രിൻസിപ്പിൾസ് പോലെയാണോ ഫണ്ടുകളൊക്കെ യൂട്ടിലൈസ് ചെയ്യണത്? വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു എക്സ്പെൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം നിങ്ങളുടെ ബിസിനസ്സിലുണ്ടോ? ഡ്യൂ മാനേജ്മെൻറ്റ് സിസ്റ്റം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ബിസിനസ്സിൽ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റോക്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടോ? ഒരാൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഫണ്ട് തരുമ്പോൾ ആ ഫണ്ടിന് നിങ്ങൾക്ക് റിട്ടേൺ കൊടുക്കാനുള്ള റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ടൂള് നിങ്ങൾ കൃത്യമായിട്ടും അപ്ലൈ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ബിസിനസ് വാല്യുവേഷൻ നിങ്ങൾക്ക് പലപ്പോഴും നടത്താൻ പറ്റാറുണ്ടോ? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സിസ്റ്റത്തിലൂടെ കയറി വരുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ സെയിൽസും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകും. ഇതിനുള്ള റിയൽ സൊല്യൂഷനാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന 1 ഡേ ഫിനാൻസ് ആൻഡ് സെയിൽസ് മാസ്റ്ററി വർക്ക്ഷോപ്പ്. ഒരു ദിവസം വിശാലമായിട്ട് നമുക്കൊന്ന് പഠിക്കാം. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. താങ്ക് യു.